Hello, my name is Sulabha. Hi, Hi, ma'am. nice meeting you. താങ്ക് യു മാം, താങ്ക് യു. മാമിന് അതായത് നമ്മുടെ ഡിസൈൻ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് കോൺവെർസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് അത് നമ്മുടെ സ്ട്രക്ചറിൽ എല്ലാ ഡിസൈൻസും ചെയ്ത് അത് കഴിഞ്ഞ് BOQ ചെയ്തിട്ടാണ് നമ്മുടെ ടേൺ പ്രൊജക്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പോൾ മാമിന് ആ ഒരു സമയത്ത് മാമിൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, അതായത് റിയലി എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ പേഴ്സൺ ടു പേഴ്സൺ എപ്പോഴും ആ തോട്ട്സ് എപ്പോഴും വേരി ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുള്ളായിട്ട് എനിക്കിത് തിരിച്ച് കിട്ടുമോ, നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണോ ഈ ഒരു പ്രൊജക്റ്റ് ആഫ്റ്റർ കംപ്ലീഷൻ സ്റ്റേജിൽ ഉണ്ടാവുക, അങ്ങനെയുള്ള തോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അതെങ്ങനെയായിരുന്നു മാമിന് ആ തോട്ട്സ് പറയുന്നത്? ഐ വാസ് നെവർ ഇൻ ദ ഇംപ്രഷൻ ദാറ്റ് യു വിൽ നോട്ട് ഡു ഇറ്റ്. ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സിൻസ് യു ഹാവ് ടേക്കൺ അപ്പ് അവർ പ്രോജക്റ്റ്, ഓക്കെ ചെയ്യും എന്നുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാ മൈന്യൂട്ട് ഇതിലും നിങ്ങൾ എല്ലാത്തിലും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു, നിങ്ങൾ അതേപോലെ ക്ലിയറും ചെയ്തു. വി നെവർ ഹാഡ് എ ഡൗട്ട്. ഞങ്ങൾ വിചാരിച്ച പോലെ അതേപോലെ തന്നെ വീടും വന്നു. നോട്ട് ഈവൻ അറ്റ് ദിസ് മൈന്യൂട്ട് ഡീറ്റെയിൽ ഓൾസോ യു ഹാവ് ലുക്ക്ഡ് ആഫ്റ്റർ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല വർക്കിംഗ്, വെദർ ഇറ്റ് വാസ് എ വർക്കിംഗ് റിലേഷൻഷിപ്പ് ഓർ വെദർ ഇറ്റ്സ് എ ക്ലിയറിംഗ് അപ്പ് ഓഫ് അവർ ഡൗട്ട്സ്. എവറി ടൈം യു ആർ വെരി ഹെൽപ്ഫുൾ, വെരി അപ്രോച്ചബിൾ. നെവർ ഒരു ഇതിലും ഞങ്ങൾക്ക് പ്രശ്നം തോന്നിയിട്ടേ ഇല്ല. ഭയങ്കര ഭംഗിയായിട്ട് ഫിനിഷും ആയി. എല്ലാ കണ്ടവരും എല്ലാവരും ചോദിച്ചു എവിടുന്ന എന്താ ഇങ്ങനെ ചെയ്ത്. വി ആർ ഹാപ്പി. അല്ല, ആക്ച്വലി നമ്മൾ തമ്മിൽ ഒരു ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാം സർ ആണെങ്കിലും മാം ആണെങ്കിലും ഫുൾ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് വെച്ച് അത് വളരെ കുറച്ച് ടൈം മാത്രമാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സാർ ആണെങ്കിൽ മെസ്സേജ് അയക്കുക, മെയിൽ ചെയ്യുക, അത് സാറിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി ചെയ്യുക, അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കണോ, അത് സാർ അപ്രൂവൽ ചെയ്യുന്നു, നമ്മളത് ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലെറ്റർ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീട് ഡിസൈൻ എന്താണോ അതേപോലെ അപ്പോ മാം അതില് 100% ഹാപ്പി ആണോ? ഇത് കണ്ടില്ലേ സ്മൈൽ ഇതുവരെ എത്തിയിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഒരു കണ്ടംപററി ആയത് കാരണം കൊണ്ട് മാമിന്റെ ഒരു ഔട്ട്കം ഇങ്ങനെ തന്നെയാണെന്നുള്ളത് മാം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ക്ലയൻസിന് കണ്ടംപററി എന്ന് അവർ പറയും. ആക്ച്വൽ ഒരു പ്യുവർ കണ്ടംപററി വരുന്ന സമയത്ത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഡിസൈൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ആവണമെന്നില്ല. കാരണം ആ ഒരു ഡിസൈൻസ് അങ്ങനെയാണ്, നമുക്കൊരു റിച്ച്നെസ് ഫീൽ ചെയ്യില്ല. അത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സിംപ്ലിസിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. ആ ഒരു ഡിസൈനിന്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല ഒരു ലക്ഷറിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇന്റീരിയേഴ്സ് ആർ വെരി വെരി വെൽ ഡൺ. അതിന്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്റീരിയേഴ്സിന്റെ കാര്യമായാലും പെയിന്റിംഗ് ആയാലും ശരി, എന്ത് നോക്കിയൊക്കെയുള്ള ഒക്കെ മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി ടു ആർ ലൈക്കിംഗ് ഇറ്റ്. ഡിസൈൻ എന്താണോ അതേപോലെ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. ഇപ്പൊ സാർ ഇപ്പൊ ചൂസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആണെങ്കിലും ഈവൻ ക്യൂരിയോസ് ആണെങ്കിലും എല്ലാം ആ ഒരു കണ്ടംപററി സ്റ്റൈലിന് ചേരുന്ന പോയിട്ടുള്ളൂ. മാമിന് സാറിന് 100% ഈ ഒരു തീം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ലോക്ക് ഇൻ ചെയ്തത്. അതേപോലെ ആയിരുന്നല്ലോ. പിന്നെയാണ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യണത് തന്നെ. എവറിത്തിങ് വാസ് ഡിസൈഡഡ്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വേണം. ഒന്നും പിന്നെ ഞങ്ങൾ ഓൾട്ടർ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇല്ല അത് ഭയങ്കര സാറ് ഭയങ്കര പ്രിസൈസ്ഡ് ആണ്. അതായത് ഒരു കാര്യം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആൾട്രേഷൻ, ഒരു എഡിറ്റിംഗ്, അത് ആക്ച്വലി നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. കാരണം ചില ക്ലയൻസ് എന്ന് പറയുമ്പോൾ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലോക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എഡിറ്റിംഗ് പറയുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആൾട്രേഷൻ വർക്കോ ഒരു എഡിറ്റിങ്ങോ ഉണ്ടായിട്ടില്ല. നമ്മൾ എന്താണോ ബിഗിനിങ് നമ്മൾ ഫ്രീസ് ചെയ്തത് അതന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമുക്ക് ഇലക്ട്രിക്കലിന്റെ പാർട്ടിൽ വന്നു കഴിഞ്ഞാലും പ്ലംബിങ്ങിന്റെ പാർട്ടിൽ വന്ന് ലൈറ്റിങ്ങിന്റെ പാർട്ടിൽ വന്ന് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു അത്. കാരണം നമ്മൾ എന്താണോ ഡിസൈൻസ് അത് തന്നെ ഫ്രീസ് ചെയ്ത് ആ ഒരു ഡിസൈൻ എൻഡ് വരെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡുള്ള പേഴ്സൺസിനാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ റീൽസ് കാണുമ്പോഴും
correct. അത് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡ്. അപ്പൊ സാർ ആണെങ്കിലും മാം ആണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് എൻഡ് വരെ എത്തിച്ചതിന് വളരെ വലിയൊരു thank you. Your team also has done a fabulous job. So thanks a lot. അപ്പോ അത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചതും നമ്മുടെ ഡിസൈൻ ഉള്ളതുപോലെ തന്നെ നമുക്കത് കൊണ്ടെത്തിക്കാൻ സാധിച്ചത് അത് കാരണം കൊണ്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ മാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാം സാറ് ഞങ്ങൾക്ക് തന്നു. ഓൾവേസ് വെൽക്കം വെൽക്കം. അത് നന്നായിട്ട് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് യെസ് ഓഫ് കോഴ്സ്. എല്ലാതും നോക്കി when you see my puja room and all, very simple puja room I wanted. അതേപോലെ കിട്ടി എനിക്ക്. ഒരു അതിലെ ചിലവർ പറഞ്ഞു അങ്ങനെ ചെയ്യണം ഇങ്ങനെ റീൽസ് കാണുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഒന്ന് കണ്ടു എന്ന് മനസ്സിലുള്ളതും ഞാൻ പറഞ്ഞു, അങ്ങനെ കിട്ടി. പിന്നെ എനിക്ക് റീൽസ് കണ്ടാലും ഇറ്റ് ഡസന്റ് മേക്ക് മീ ഓക്കെ ഐ ഷുഡ് ഗോ ഫോർ ദാറ്റ്. അങ്ങനെയില്ല, ഞാൻ പറഞ്ഞു അതുപോലെ എനിക്ക് കിട്ടി. ദാറ്റ്സ് ഇറ്റ്. ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്യില്ല. നമ്മള് ഡിസൈൻ ഉള്ളത് ഒന്നും തന്നെ നമ്മള് ചേഞ്ച് ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് തിങ്. അതായത് ഡിസൈൻ നമ്മളിപ്പോ ലിവിങ് ഏരിയ ഒരു സ്റ്റൈലിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കണ്ടംപററി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ നമ്മുടെ വീടിന് ഒട്ടും അത് മാച്ച് ആവില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ക്ലയൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അതെല്ലാം നമുക്കിപ്പോ മാമിന്റെയും സാറിന്റെ ആണെങ്കിലും ഫസ്റ്റ് ഡിസൈൻ എന്താണോ അതിലുള്ള എഡിറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് ഒരു എഡിറ്റിംഗ് അതിലുണ്ടായിട്ടില്ല. അതാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ തന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു.